ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എക്സലിൻ്റെ ഒരു കുഞ്ഞു ടിപ്പാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും എക്സലിൽ പല ഡാറ്റാസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വരാറുണ്ട്. അപ്പോൾ പലപ്പോഴും പല നമ്പേഴ്സും എല്ലാം നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിൽ ഡ്യൂപ്ലിക്കേറ്റ് നമ്പേഴ്സ് വരാം. അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒഴിവാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനിവിടെ ഒരു കോളത്തിൽ എ എന്നുള്ള ഈ ഒരു കോളത്തിൽ ഒത്തിരി നമ്പേഴ്സ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിൽ ഡ്യൂപ്ലിക്കേഷൻ വന്ന നമ്പേഴ്സ് ഒഴികെ ബാക്കിയുള്ള യുണീക്ക് നമ്പേഴ്സ് മാത്രമായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ഈ കോളം സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്ത ശേഷം നിങ്ങളിവിടെ ഡാറ്റ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഫിൽറ്ററിൻ്റെ തൊട്ട് താഴെയായിട്ട് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ അഡ്വാൻസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അപ്പം ജസ്റ്റ് നിങ്ങളോട് അതിൽ ഫിൽറ്റർ ദി ലിസ്റ്റ് ഇൻ പ്ലേസ്, അതായത് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്ത ഡാറ്റാസ് ഈ സെയിം എ എന്നുള്ള കോളത്തിൽ തന്നെയാണോ വരേണ്ടത്, അതോ കോപ്പി ടു അനദർ ലൊക്കേഷൻ വേറൊരു കോളത്തിലാണോ എൻ്റർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഞാനിവിടെ കോപ്പി ടു അനദർ ലൊക്കേഷൻ കൊടുക്കുകയാണ്. ലൊക്കേഷൻ കൊടുത്തതിന് ശേഷം ഞാനിവിടെ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഐ എന്നുള്ള ഈ ഒരു കോളം സെലക്ട് ചെയ്തു ശേഷം അതിനുശേഷം അതൊന്നുകൂടെ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ഇവിടെ എനിക്ക് യുണീക്കായുള്ള നമ്പേഴ്സാണ്, അതായത് ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാത്ത യുണീക്കുള്ള നമ്പേഴ്സ് മാത്രമാണ് വേണ്ടത്. അപ്പോൾ ഈ യുണീക്ക് റെക്കോർഡ്സ് ഓൺലി എന്നുള്ള ഇതിൽ ടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഡ്യൂപ്ലിക്കേറ്റ്, അതായത് റിപ്പീറ്റേഷൻ വന്ന നമ്പേഴ്സ് എല്ലാം ഒഴിവായതിന് ശേഷം യുണീക്കായിട്ടുള്ള നമ്പേഴ്സ് മാത്രമായിട്ട് എൻ്റർ ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ റിപ്പീറ്റേഷൻ നമ്പേഴ്സ് ഒഴിവാക്കിയിട്ട് എൻ്റർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നതിന് ഇഷ്ടപ്പെടുത്തും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.